ഇടുക്കി വണ്ടിപ്പെരിയാറിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നും കിടത്തി ചികിത്സ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച റിലേ ഉപവാസ സമരം 10ാം ദിവസത്തിലേക്ക് കടന്നു. ഭരണപക്ഷ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനാണ് സർക്കാർ ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. വണ്ടിപ്പെരിയാറിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്നും രാത്രികാലങ്ങളിൽ ഡോക്ടറെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റിലേ ഉപവാസ സമരം ആരംഭിച്ചത്. സമരം 10ാം ദിവസത്തിലേക്ക് കടന്നു. കഴിഞ്ഞ കുറെ മാസക്കാലമായി ആശുപത്രിയിൽ കിടത്തി ചികിത്സയിൽ ഡോക്ടറുമില്ല. ഈ സേവനങ്ങളെല്ലാം തന്നെ നിലച്ചിരിക്കുകയാണ്. നിരവധി തൊഴിലാളികളാണ് മതിയായ ചികിത്സ കിട്ടാതെ വൻ തുക നൽകി സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുന്നത്. ഭരണപക്ഷ നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനാണ് ഈ നിലപാടെന്നാണ് പരക്കെ ആക്ഷേപം. ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ACC അംഗം EM മാക്സി പ്രതികരിച്ചത്. കാര്യശേഷിയില്ലാത്ത മന്ത്രിമാരെ മതി KK ശൈലജ നമ്മുടെ എതിർസ്ഥാനത്ത് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ പ്രാവശ്യം അവരായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. അവരെ മാറ്റി ആദ്യമായി നിയമസഭയിലേക്ക് വന്ന യാതൊരു പരിചയമില്ലാത്ത, ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങൾ വഹിച്ചിട്ടില്ലാത്തൊരു പഞ്ചായത്ത് പോലുമായിട്ടില്ലാത്ത ഒരാളിനെ വകുപ്പിനെ ചുമതലയേൽപ്പിച്ചു. ആരോഗ്യവകുപ്പിന് സെൻസേഷനായ ഒരു വകുപ്പിനെ ചുമതലയേൽപ്പിച്ചു. മരുന്ന് വാങ്ങലും മരുന്ന് വിതരണവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി നടത്തുന്ന സ്ഥാപനങ്ങളാണ്. കോൺഗ്രസിന്റെ സമരത്തിന് പിന്തുണ അറിയിച്ച് നിരവധി സംഘടനകളാണ് പിന്തുണയുമായി എത്തുന്നത്. വണ്ടിപ്പെരിയാർ, വാളാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സമരം. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് നേതൃയോഗ തീരുമാനം. ജയ് ഹിന്ദ് ന്യൂസ്, ഇടുക്കി.